5 ഫെബ്രുവരി 5 ദില്ലി സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ വലിയ വിവാദമാണ് കെജ്രിവാളിൻ്റെ മണിമാളിക. സാധാരണക്കാരുടെ കൂടെ നടക്കുന്ന വള്ളിച്ചെരുപ്പിടുന്ന ലൂസ് സൈസ് വലുതായ ഷർട്ടിടുന്ന ഓട്ടോറിക്ഷയിൽ ആളുകൾ കാണെ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി വലിയ മുഗൾ രാജാക്കന്മാരുടെ പോലെയുള്ള കൊട്ടാരത്തിലാണ് താമസിക്കുന്നതെന്നുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ വല്ലാതെ ആം ആദ്മി പാർട്ടിയുടെ ഇമേജ് വല്ലാതെ മോശമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ദില്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എനിക്കൊറ്റ കാര്യം ചോദിക്കാറുള്ളത്, 7 പാർലമെൻറ്റ് സീറ്റുകളും നേടിയത് BJP ആണ്. പക്ഷേ അത് ഇത്തവണ മാത്രമല്ല, ഇതിനു മുമ്പും അങ്ങനെയായിരുന്നു. പക്ഷേ അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ ജനങ്ങൾ സൗജന്യമായി കറണ്ടും വെള്ളവും അതും ഇതും ഒക്കെ കൊടുക്കുന്ന ആപ്പിന് വോട്ട് ചെയ്യുമായിരുന്നു. ഇത്തവണയും അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇത്തവണ ഞാൻ അതിനുള്ള സാധ്യത കാണുന്നില്ല. എന്തേ? BJP കുറേ വർഷങ്ങളായിട്ട്, ഒരു ദശകമായിട്ട് BJP ഇവിടെ പച്ച തൊടുന്നില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പച്ച തൊടുന്നില്ല എന്നല്ല, 8 സീറ്റ് കിട്ടും. 8 സീറ്റ് കിട്ടും, 62 സീറ്റ് മറ്റേവരും കൊണ്ടുപോകും. അങ്ങനെ നിൽക്കുകയാണ്. കോൺഗ്രസിന് മൊട്ട, ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇത്തവണ ഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തിലാണ് മുമ്പ് ഷീലാ ദീക്ഷിതും പോയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശരിക്ക് കെജ്രിവാളും മോദിയും തമ്മിലുള്ള മത്സരം എന്നുള്ള നിലയ്ക്ക് അതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. കെജ്രിവാൾ പറഞ്ഞു, BJP സർക്കാർ വന്നാൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഫ്രീ ബീസൊക്കെ നിർത്തും എന്ന് പറഞ്ഞു. മോദി തന്നെ മറുപടി പറഞ്ഞു, ഒന്നും നിർത്തില്ല, എല്ലാ സൗജന്യങ്ങളും തുടരും എന്ന്. മോദി പൊതുവിൽ സൗജന്യങ്ങൾക്കെതിരാണ്. അതെ, എതിരാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ ഏറ്റവും അവസാനം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തത് ചേരികളിൽ താമസിക്കുന്നവർക്ക്. അതെ, എനിക്ക് വീടില്ല, ചേരികളുള്ളവർക്ക് വേണ്ടി ഞാൻ മാളികൾ പണിയാണ് അദ്ദേഹം പറഞ്ഞു. എനിക്കും മറ്റേ ശീഷ് മഹൽ പണിയാമായിരുന്നു, എനിക്ക് പക്ഷെ നാട്ടുകാർക്ക് സ്ഥിരമായ വീടുകൾ വേണമെന്ന് തോന്നി എന്നൊരു കുത്തും കുത്തി ഇയാൾക്കിട്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ ലോക്സഭയിലേക്ക് ഇവർ ജയിക്കും. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ട് നോക്കിയാൽ BJPക്ക് 30% വോട്ട് കൂടുതലുണ്ട്, 54% ഉണ്ട്. ലോക്സഭയിലേക്ക് വരുമ്പോൾ ലോക്സഭയിലേക്ക് ആപ്പിനേക്കാൾ 30% വോട്ട് കൂടുതലാണ്. എന്നിട്ടും ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ ഇവർ വേറെ പണി കൊടുക്കുകയാണ് വോട്ടർമാർ. അവർക്ക് ഈ സൗജന്യങ്ങൾ കിട്ടണം, ഫ്രീ ബീസ് കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പോൾ BJPയുടെ പത്രികയിൽ വാഗ്ദാനങ്ങളിൽ മോശമൊന്നുമല്ല, ചില സഹായങ്ങളൊക്കെ ഈ സൗജന്യങ്ങളൊക്കെ ചെയ്യും തന്നെയാണ് BJPയും പറഞ്ഞിരിക്കുന്നത്. ആഭ്യന്തര സർവേ നടത്തിയതായിട്ടാണ് പറയുന്നത് BJP. അതിൻ്റെ അകത്ത് ആപ്പിന് സ്ലൈറ്റ് എഡ്ജ് ഉണ്ട് എന്നാണ് കണ്ടിരിക്കുന്നത്. നേരിയത് മാത്രം എന്ന് പറഞ്ഞാൽ അവർ ജയിക്കുന്നൊന്നും കണ്ടില്ല. പക്ഷേ ഹൈ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, ഭരണവിരുദ്ധ വികാരം. അപ്പോൾ ഈ തവണ ആ സംഗതി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ സ്ലൈറ്റ് എഡ്ജ് മാറ്റിക്കളഞ്ഞാൽ മതിയല്ലോ, അതെ, പ്രചാരണം കൊണ്ടും കാര്യങ്ങളും കൊണ്ടും ഒക്കെ. അപ്പോൾ BJPയുടെ അവിടുത്തെ ചീഫ് വിജേന്ദ്ര സച്ദേവ ഉൾപ്പെടെയുള്ള സംസ്ഥാന അധ്യക്ഷൻ അവരുൾപ്പെടെയുള്ളവർ ചേരികളിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച മോദി 1675 ഫ്ലാറ്റാണ് ചേരി നിവാസികൾക്ക് കൊടുത്തത്. ആ പദ്ധതി പൂർത്തിയാക്കിയിട്ട് ആപ്പ് 2100 രൂപ സ്ത്രീകൾക്ക് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപാവലിക്ക് പൈസ, വിവാഹത്തിന് 1 ലക്ഷം രൂപ, ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപ, ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. വൃദ്ധർക്ക് സൗജന്യ ചികിത്സ, പൂജാരിമാർക്ക്, പിന്നെ സിഖ് മത ഗ്രന്ഥികൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കും, 18,000 രൂപ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഹനുമാൻ ചാലീസ എപ്പോഴും ചൊല്ലുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദുത്വയും കൂടി അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ടുണ്ട് കെജ്രിവാളിന്. 20 മണ്ഡലങ്ങളിൽ ഈ ചേരി നിവാസികൾ നല്ല വോട്ട് ബാങ്കാണ്. ഡൽഹിയിൽ 750 ചേരികളിലായിട്ട് 30 ലക്ഷം പേര് അവിടെ താമസിക്കുന്നുണ്ട്. അതിൽ പകുതി വോട്ടർമാരാണ്. ഇവർ ഇതുവരെ ആപ്പിൻ്റെ കൂടെ ആയിരുന്നു. അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഈ ചേരി നിവാസികൾക്ക് ഫ്ലാറ്റൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ BJP ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറേ നാളായിട്ട്. അതുപോലെ കെജ്രിവാളിനെതിരെ നിൽക്കുന്ന പർവേസ് ശർമ്മ
അവിടെ മറ്റേ വോട്ട് പിടിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറെ കാലമായി. ഇയാൾ ജയിലിൽ പോയപ്പോൾ തന്നെ പർവേഷ് ശർമ്മ അവിടെ ഇറങ്ങി പണി തുടങ്ങിയത്. പഴയ മറ്റേ മുഖ്യമന്ത്രിയും കേന്ദ്ര തൊഴിൽ മന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ്. അവിടെ മുമ്പ് MP ഒക്കെ ആയിരുന്ന ആളാണ്. മണ്ഡലത്തിൽ നന്നായിട്ട് പരിചയമുള്ള ആളാണ്. മറ്റേ ആള് സന്ദീപ് ദീക്ഷിതാണ് കോൺഗ്രസിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതെ. അപ്പൊ മണ്ഡലം മാറാത്തത് കൊണ്ട് ചിലപ്പോൾ കെജ്രിവാളിന് പ്രശ്നമാണ് ഈ പല സ്ഥലത്തും. മനീഷ് സിസോദിയ മണ്ഡലം മാറിയിട്ടുണ്ട്. അപ്പോൾ പേടിയുണ്ട്, പല ആളുകൾക്കും പേടി വന്നിട്ടുണ്ട്. 2020 61% പാവപ്പെട്ടവർ 2020 ആപ്പിന് വോട്ട് ചെയ്തു. 62 സീറ്റ് കിട്ടി. അങ്ങനെ 2015 66% പാവപ്പെട്ട ബിലോ പോവർട്ടി ലൈൻ അവർ 66% പേരും വോട്ട് ചെയ്തത് ആപ്പിനാണ്. അപ്പോൾ 70 67 സീറ്റ് കിട്ടി. അപ്പോൾ ഈ വോട്ട് ബാങ്കിനെ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് BJP. പക്ഷെ കഴിഞ്ഞ ഓണത്തെ പോലെ വെറുതെ തെരഞ്ഞെടുപ്പിന് വെക്കൊന്നുമല്ല, നല്ല തയ്യാറെടുപ്പൊക്കെ കാലമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇയാൾ ജയിലിൽ പോകുമ്പോഴുമൊക്കെ അത് ചെയ്യാമായിരുന്നു. അപ്പോൾ അതിനെ വിടർത്തിയെടുക്കുക, ഈ പാവപ്പെട്ട ഈ ഫ്രീ ബീസ് കിട്ടുമ്പോൾ വോട്ട് ചെയ്യുന്നവരെയൊക്കെ വിടർത്തിയെടുക്കുക എന്നുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നരേല, ആദർശ് നഗർ, വസീർപൂർ, മോഡൽ ടൗൺ, രാജേന്ദ്ര നഗർ, സംഗം വിഹാർ, ബദർപൂർ, തുഗ്ലക്കാബാദ്, അംബേദ്കർ നഗർ, സീമാപുരി, ബാബർപൂർ, ത്രിലോക്പുരി, കോണ്ട്ലി, ഓഖ്ല, മോട്ടി നഗർ, മധുരിപ്പൂർ, ഷാലിമാർ ബാഗ്, മട്യാല, കിരാരി. ഇത്രയും മണ്ഡലങ്ങൾ ഈ ചേരി നിവാസികൾ BJP പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചില സ്ഥലങ്ങളിൽ ഓഖ്ലയൊക്കെ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലം. വലിയ ടാസ്ക്കാണ്. 7 സീറ്റ് മറ്റല്ലേ ഉള്ളൂ. 8 സീറ്റ് 8 നിന്ന് 70 പോണം. അത് പക്ഷെ ഒരു ഭയങ്കര വികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഉണ്ട്. മാത്രമല്ല അവിടുത്തെ വോട്ടർമാർക്ക് താമരചിഹ്നം അന്യവുമല്ല. ഒരു പാർലമെന്റിൽ അതിലേക്ക് കുത്തിയതാണ്. 30% കൂടുതൽ കിട്ടിയതല്ലേ. സൗജന്യ വൈദ്യുതി, പിന്നെ ചികിത്സ, ശുചിത്വം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ശീഷ് മഹൽ ഒരു വിഷയമാണ്. ശീഷ് മഹലിന്റെ വീഡിയോ ഓരോ സ്ഥലത്തൊക്കെ ഈ ചെഷസ്ക്യൂവിന്റെ ഒക്കെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ പോലെ, ചെരുപ്പ് സ്വർണം എന്നൊക്കെ പറഞ്ഞ പോലെ ഫിലിപ്പീൻസിൽ നിന്നൊക്കെ വന്നില്ലേ. BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ ഈ ഇന്ത്യൻ ചെഷസ്ക്യൂ ആണല്ലോ. കെജ്രിവാളിന്റെ വീട് മ്യൂസിയം ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഏതായാലും നാളെ ശീഷ് മഹൽ എന്ന് പറയുന്ന ഈ കെജ്രി എന്ന് പറയുന്ന ഗജഫ്രോഡ് രാജാവ്, അയാൾ താമസിക്കുന്ന കൊട്ടാരത്തെക്കുറിച്ച് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ കെജ്രിവാൾ ഭക്തന്മാരൊന്നും കാണേണ്ടതാണത്. കാരണം 33 കോടി രൂപ മറ്റേ പുതുക്കാനായിട്ടൊക്കെ ചെലവാക്കിയ പരിപാടിയാണ്. ഇപ്പൊ ആപ്പ് പുതുക്കാൻ 33 കോടി രൂപ. ആപ്പിനിപ്പോ ആബ്ദ എന്നാണ് BJP പറയുന്നത്. എന്ന് പറഞ്ഞാൽ അപകടം, ഡിസാസ്റ്റർ എന്നുള്ള അർത്ഥമാണ് ആബ്ദ. അത് മോദിയും കഴിഞ്ഞ ദിവസത്തെ പ്രചാരണ മീറ്റിങ്ങിൽ പ്രയോഗിക്കുകയായി. അപ്പോൾ അതിന് നല്ല പ്രചാരം കിട്ടിയിട്ടുണ്ട്. ഇത് ആപ്പല്ല, കേരളത്തിലെ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ അർത്ഥം കിട്ടുമെങ്കിൽ, ഹിന്ദി കിട്ടില്ലല്ലോ. അപ്പോൾ ആബ്ദ അപകടമാണ്, ഡിസാസ്റ്ററാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവെ മോദിയും കേജ്രിവാളും തമ്മിലുള്ള ഫൈറ്റായിട്ടാണ് ഇത്തവണ വരാൻ പോകുന്നത്. അദ്ദേഹം ഇനിയും പ്രചാരണത്തിൽ ഇറങ്ങുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റേ ശീഷ് മഹലിന് 1 കോടി രൂപ കർട്ടന് ചിലവാക്കിയിട്ടുണ്ട്. 45 കോടി രൂപ മൊത്തം വരും. വീഡിയോ ഒക്കെ കാണിക്കണം നമുക്ക്. അപ്പൊ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെ 7 സീറ്റും ജയിക്കുമായിരുന്നു. കഴിഞ്ഞ തവണ മറ്റേ ആപ്പ് കൊണ്ടുപോയി. 1998 മുതൽ BJP ഇല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അധികാരത്തിലില്ല. ആ ഒരു വരൾച്ചയുണ്ട്. ആ വരൾച്ച മാറുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. BJPയെ സംബന്ധിച്ചിട്ട് വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. ആപ്പ് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. പാലിക്കാനായിട്ട് അയാൾ സ്ഥലത്തും ഉണ്ടായിരുന്നില്ല, ജയിലിലായിരുന്നു. അപ്പോൾ റോഡ്, കുടിനീര്, വിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങളിൽ സാധാരണ മനുഷ്യരുടെ
ആവശ്യങ്ങളൊന്നും ദൂരീകരിച്ചിട്ടില്ല, നിറവേറ്റിയിട്ടില്ല. ആപ്പ് എന്നുള്ള പ്രശ്നം കിടക്കുന്നുണ്ട്. ജയ് പാണ്ഡേക്കാണ് BJP തെരഞ്ഞെടുപ്പ് ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങേര് പറഞ്ഞിട്ടുണ്ട്, സിസോദിയ പട്ബർഗഞ്ചിൽ നിന്ന് ജജ്പുരയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആപ്പിന് പേടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണമാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2020 അയാൾ ചെറിയ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആളുകൾ ഉണ്ടല്ലോ, ജയിലിൽ പോയ ആളുകൾ. ഇങ്ങനൊരു ഇംപ്രഷൻ, ഗുണമൊന്നും കിട്ടിയിട്ടില്ല, വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം വോട്ടർമാരുടെ മുമ്പിലുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് തീയതി കുറിച്ചതേ ഉള്ളൂ. അംഗം വെട്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. 5-ാം തീയതി ഫെബ്രുവരി 5-ന് വോട്ട് ചെയ്യും. 6-ാം തീയതി 8-ാം തീയതിയാണെന്ന് തോന്നുന്നു ഫലം വരുന്നത്. അത് ബലം വരുന്നത്. ഏതായാലും ആപ്പിൻ്റെ ഭരണം അവസാനിക്കേണ്ട ഒരു ആവശ്യമാണ്. കാരണം ഹിപ്പോക്രസിയാണ്. ഹിപ്പോക്രസി ജനാധിപത്യത്തിന് ഭൂഷണമല്ല. മാത്രമല്ല, നമ്മൾ ഈ ഖലിസ്ഥാൻ തീവ്രവാദികളൊക്കെ ആയിട്ട് അതിന് ബന്ധമുള്ളതൊക്കെ കണ്ടു. ഡീപ് സ്റ്റേറ്റിന്റെ ഒരു കൈയാണ്. മാത്രമല്ല, പന്നുൻ പറഞ്ഞിരുന്നല്ലോ, മറ്റേ 134 കോടി രൂപ ഞങ്ങൾ കൊടുത്തതാണ് ഒരാളെ വിട്ടയക്കാൻ വേണ്ടി, അതൊക്കെ പറഞ്ഞാണ്. പിന്നെ ഈ എക്സൈസ് അഴിമതിയുടെ കാര്യം നമ്മൾ ഇതിൽ വിശദമായിട്ട് പറഞ്ഞു. ഇതൊക്കെ അറിയാവുന്നതാണല്ലോ ജനങ്ങൾക്ക്. പക്ഷെ എന്നാലും കേരളത്തിൽ ചില ആപ്പ് ഭക്തന്മാരുണ്ട്. കെജ്രിവാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചത്ത് കിടക്കുന്ന കെജ്രിവാൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, 100 കോടി രൂപ മേടിച്ചെങ്കിൽ എന്താ കുഴപ്പം, അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ലേ ഉപയോഗിച്ച്, മതേതരത്വത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ പോലും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. മതേതരത്വം വളർത്താൻ വേണ്ടിയിട്ട്, അതെ, ജനാധിപത്യം നിലനിർത്താനും വേണ്ടിയിട്ട് കള്ളുകച്ചവടം നടത്തിയിട്ട് 100 കോടി മേടിച്ചു എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുള്ള നാടാണ് കേരളം. പണ്ട് NGO നടത്തിയിട്ട് സോറോസിന്റെ പൈസ മേടിക്കുന്ന ആളായിരുന്നു ഈ കെജ്രിവാൾ. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.